ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ക്വില്ലിംഗ് ആർട്ടിന് എന്തൊക്കെയാണ് മെറ്റീരിയൽ വേണ്ടതെന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോയിങ് ഷീറ്റാട്ടോ. ഇത് തിക്നെസ് കൂടുതലുള്ള ഷീറ്റാണ്. ഐവറി ഷീറ്റ് എടുക്കാം. നമുക്ക് സാധാ ചാർട്ട് പേപ്പർ എടുക്കുന്നതിന് തെറ്റില്ല, പക്ഷേ ഒന്ന് ഗ്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോട്ടോ പേപ്പറില്ലേ അതെടുക്കുന്നതും നല്ലതാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഐവറി ഷീറ്റിൻ്റെ എടുക്കുന്നതാണ് നല്ലത്. ഐവറി ഷീറ്റ്, കളർ പേപ്പർ കൊണ്ട് സ്ലിപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ക്വില്ലിങ്ങിൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നത്. അതല്ല, ക്വില്ലിങ് പേപ്പറും എടുക്കാം. എപ്പോഴും തിക്നെസ് കൂടിയ പേപ്പർ എടുക്കാൻ ശ്രമിക്കാം. തിക്നെസ് കുറഞ്ഞതിലും എടുക്കാം. പേപ്പറിൻ്റെ മുകളിൽ 7, 8, 10 അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള പേപ്പർ എടുക്കാം കേട്ടോ. പിന്നെ എന്ന് വേണ്ടത്, നമ്മൾ ക്വില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ എടുക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ സ്കെയിൽ വേണം, ക്വില്ലിങ് നീഡിൽ വേണം, ടൂസർ വേണം. നമ്മളെ ഡിസൈൻ വരയ്ക്കാൻ, നമ്മൾ ABCD ഒക്കെ വരയ്ക്കുന്നില്ലേ, അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മളെ ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന സ്റ്റിക്കാണ്. അതല്ല, നമുക്ക് പെയിൻ്റ് ഇല്ലാത്ത കളറില്ലാത്ത പെന്നില്ലേ, അത് യൂസ് ചെയ്യാം. പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാം. അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഷീറ്റ് എടുക്കാം. ഞാനിവിടെ എടുത്തത് ഒരു മൊബൈലിൻ്റെ പൗച്ചാണ്. ഗം എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കട്ടിങ് ടൂൾസ് നമുക്ക് സാധാ തെർമോക്കോൾ കട്ടറല്ലേ, അത് യൂസ് ചെയ്യാം. ഗം യൂസ് ചെയ്യുന്നത് MR യൂസ് ചെയ്യാം. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നേരം വേഗം സ്റ്റിക്കാവും. MR യൂസ് ചെയ്യുന്നേരം കുറച്ചും കൂടി ടൈം എടുക്കും. അതേ വ്യത്യാസമുള്ളൂ. അപ്പം നമുക്ക് സ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള പേപ്പർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 1 സെൻറ്റിമീറ്റർ തിക്കിലുള്ള പേപ്പറാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാം. 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് അടിയിലൊരു മരത്തിൻ്റെതോ എന്തെങ്കിലും ഒരു കട്ടി വെച്ചിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടൂല. കണ്ടോ, 1 സെൻറ്റിമീറ്റർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇത് ഇവിടുന്ന് ഇവിടം വരെ ഉണ്ട്. ഒരേ ലൈനിലാണ് എനിക്ക് കിട്ടുന്നത്. കുറച്ച് വ്യത്യാസമുണ്ടെങ്കിൽ ഒന്ന് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കുക. അതല്ല, നിങ്ങൾ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ചെയ്യുന്ന നേരം, കട്ട് ചെയ്യാൻ നിൽക്കുന്ന നേരം നിങ്ങൾ നിന്നിട്ട് കട്ട് ചെയ്യുന്നതാണ് വേഗം കട്ട് ചെയ്യാൻ എളുപ്പം. മറ്റല്ലെങ്കിൽ ഒരു ഭാഗം പാളിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, സ്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളെ വരയ്ക്കുന്ന ഐവറി ഷീറ്റ് തന്നെ കേട്ടോ. അതല്ല, നമുക്ക് കട്ട് ചെയ്ത പേപ്പർ വാങ്ങാൻ കിട്ടും. അതിലും ബെറ്റർ നമ്മൾ ഐവറി ഷീറ്റ് കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളിത് ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ചെറിയ ഇതുണ്ടാക്കി, കത്രികയും വേണേ. കത്രിക നിങ്ങളോട് പറയാൻ വിട്ടുപോയത, കത്രികയും വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ടൂൾസ് പരിചയപ്പെടുത്തി ഒരു ചെറിയ
ഗമ്മ് എടുത്ത് വെച്ചാൽ കുറച്ച് നേരം ഇതാവുമല്ലോ. അതാണ് ഗമ്മ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വീളോ ടൂത്ത് പിക്കോ എടുത്തൊന്ന് ഗമ്മൊന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നാൽ നല്ല കുറേ വെക്കുമ്പോൾ നമ്മളതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നീഡിൽ നിങ്ങളെ കൈ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ടൂത്ത് പിക്ക് വെക്കുക. ഇത് ഫസ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് കൊണ്ട് കുറച്ച് ഗമ്മാക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ കുറേ സ്ട്രിപ്പ്, ചെറിയ അധികം ഇതില്ലാത്ത സ്ട്രിപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അതൊന്നും ഇങ്ങനെ വലിച്ചിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാൻ. ഓക്കെ, അത് നമുക്ക് ചെയ്യുന്നേരം വേഗം എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ ഇതുണ്ടാക്കി വെക്കുന്നത്. ഓക്കെ, പിന്നെ വേണ്ടത് ടൈറ്റ് കോയിൽ. ടൈറ്റ് കോയിൽ ആദ്യം ഒന്ന് റോൾ ചെയ്യാം. ടൈറ്റാക്കി വെച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. ടൈറ്റാക്കി വെച്ചിട്ട് ഒന്ന് മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കിയെടുക്കാം.